ഭൂരാഷ്ട്രതന്ത്രത്തിന്റെ ചതുരംഗപ്പലകയിൽ കരുക്കൾ നീങ്ങുന്നത് പലപ്പോഴും പ്രവചനാതീതമായ ദിശകളിലേക്കാണ്. ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി നീക്കിവെച്ച ആയുധങ്ങൾ മറ്റൊരു ഭൂഖണ്ഡത്തിലെ യുദ്ധമുഖത്തേക്ക് പറന്നുയരുമ്പോൾ അത് കേവലം ഒരു ചരക്ക് നീക്കമല്ല, മറിച്ച് ആഗോള ക്രമത്തിന്റെ മാറിയ മുൻഗണനകളുടെ പ്രഖ്യാപനം കൂടിയാണ്. യുക്രൈനിലെ മഞ്ഞുപുതച്ച യുദ്ധക്കളങ്ങളിൽ റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിവന്ന ഉറപ്പുകൾ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ മണൽപ്പരപ്പുകളിൽ ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയാണ്. ദക്ഷിണ കൊറിയയ്ക്ക് പിന്നാലെ യുക്രൈനും ഇപ്പോൾ അമേരിക്കയുടെ ഈ പുതിയ നയതന്ത്ര സൈനിക മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. വാഷിംഗ്ടണിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ കിയേവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കാജനകമാണ്. സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കാൻ പാശ്ചാത്യ മിസൈലുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് ആ ആയുധങ്ങൾ ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടപ്പെടുന്നത് എന്ന വാർത്ത ഒരു വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിൽ സൈനികമായ ഒരു അനിവാര്യതയുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാനുമായുള്ള സംഘർഷം അതിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. US സെൻട്രൽ കമാൻഡ് ഇറാനിലെ 10,000-ലധികം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടിയായി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ അമേരിക്കയ്ക്ക് സ്വന്തം ആയുധ ശേഖരത്തിലെ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ പുറത്തെടുക്കേണ്ടി വന്നു. പേട്രിയറ്റ്, ടാഡ് തുടങ്ങിയ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വൻതോതിൽ ഉപയോഗിക്കപ്പെട്ടതോടെ അമേരിക്കയുടെ ആയുധപ്പുരകളിൽ വലിയൊരു കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വിടവ് നികത്താൻ അവർ കണ്ടെത്തിയ എളുപ്പവഴി യുക്രൈനായി മാറ്റിവെച്ചിരിക്കുന്ന ആയുധങ്ങൾ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിക്കുക എന്നതാണ്. നാറ്റോയുടെ നേതൃത്വത്തിലുള്ള PURL പദ്ധതി പ്രകാരം യുക്രൈനിലേക്ക് അയക്കാൻ നിർദ്ദേശിച്ചിരുന്ന ആയുധങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധമുഖത്തേക്ക് വഴിതിരിച്ചു വിടുന്നത്. ഇവിടെ ഗൗരവകരമായ മറ്റൊരു പ്രശ്നം ആയുധങ്ങളുടെ ലഭ്യതയേക്കാൾ അവയുടെ ഉൽപ്പാദന വേഗതയാണ്. ആധുനിക യുദ്ധങ്ങൾ മിസൈലുകളെയും ഡ്രോണുകളെയും ആശ്രയിച്ചിട്ടുള്ളതാകുമ്പോൾ അവയുടെ നിർമ്മാണം ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറുകാരായ ലോക്ഹീഡ് മാർട്ടിൻ പ്രതിവർഷം നിർമ്മിക്കുന്നത് ഏകദേശം 600ഓളം ഇന്റർസെപ്റ്റർ മിസൈലുകൾ മാത്രമാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇതിലും വലിയൊരു സംഖ്യ മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞു. സെലൻസ്കി അവകാശപ്പെടുന്നത് പോലെ കേവലം 3 ദിവസത്തിനുള്ളിൽ 800-ലധികം പേട്രിയറ്റ് മിസൈലുകളാണ് മിഡിൽ ഈസ്റ്റിൽ പ്രയോഗിക്കപ്പെട്ടത്. റഷ്യയുമായി 4 വർഷമായി നടത്തുന്ന യുദ്ധത്തിൽ യുക്രൈൻ ആകെ ഉപയോഗിച്ചതിനേക്കാൾ വലിയൊരു ശേഖരമാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് പശ്ചിമേഷ്യയിൽ തീർന്നുപോയത്. ആയുധങ്ങൾ നിർമ്മിക്കുന്ന വേഗതയേക്കാൾ പല മടങ്ങ് വേഗതയിൽ അവ യുദ്ധക്കളത്തിൽ ദഹിച്ചു പോകുന്നു എന്നത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യം യുക്രൈന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. തങ്ങളുടെ പോരാട്ടത്തിൽ അവരിപ്പോൾ 2ാം നിരയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. റഷ്യൻ ഡ്രോണുകൾ കിയേവിനും മറ്റ് നഗരങ്ങൾക്കും മുകളിൽ വിനാശം വിതയ്ക്കുമ്പോൾ അവയെ വെടിവെച്ചിടാൻ ആവശ്യമായ മിസൈലുകൾ ഇപ്പോൾ ഇറാനിലെ ആകാശത്ത് വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ആയുധങ്ങൾക്കായുള്ള തങ്ങളുടെ കാത്തിരിപ്പ് അനന്തമായി നീളുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വലിയ സഹായകരമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകശ്രദ്ധ തിരിക്കുകയും ആഗോളതലത്തിൽ ഊർജ്ജവില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് പുടിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് കരുത്തു പകരുന്നു. ഇറാനും റഷ്യയും വിദ്വേഷത്തിന്റെ കാര്യത്തിൽ സഹോദരങ്ങളെ പോലെയാണെന്നാണ് സെലൻസ്കി വിശേഷിപ്പിച്ചത്. ഒന്നുകിൽ മിസൈലുകൾ നൽകുക, അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഡ്രോണുകളെ നേരിടാൻ തങ്ങൾ വികസിപ്പിച്ച സാങ്കേതികവിദ്യ അമേരിക്കയും സഖ്യകക്ഷികളും ഏറ്റെടുക്കുക എന്നതാണ് സെലൻസ്കിയുടെ പുതിയ വാദം. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം പേട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ വിലയുള്ള ഇറാനിയൻ ഡ്രോണുകളെ നേരിടുന്നത് സാമ്പത്തികമായി ലാഭകരമല്ല. ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ഒരു മിസൈൽ ഉപയോഗിച്ച് ഏതാനും $1000 മാത്രം വിലയുള്ള ഒരു ഡ്രോണിനെ തകർക്കുന്നത് ആയുധ ശേഖരത്തെ വേഗത്തിൽ ഇല്ലാതെയാക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ എന്ന പുതിയ സാങ്കേതിക വിദ്യ യുക്രൈൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്കും മറ്റ് അറബ് രാജ്യങ്ങൾക്കും നൽകാമെന്നും പകരം തങ്ങൾക്ക് റഷ്യൻ മിസൈലുകളെ നേരിടാൻ അത്യാവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്നുമാണ് യുക്രൈന്റെ ആവശ്യം. എന്നാൽ അമേരിക്കയുടെ മുൻഗണനകൾ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പശ്ചിമേഷ്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യുക്രൈൻ ഒരു പരിധിവരെ ഒറ്റപ്പെടുകയാണ്. ട്രംപ് ഒരു സമാധാന മധ്യസ്ഥന്റെ വേഷം കെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നയങ്ങൾ പുടിന് അനുകൂലമാകുമോ എന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി അമേരിക്കൻ പ്രസിഡന്റ് പുലർത്തുന്ന അഭിപ്രായ ഭിന്നതകളും പാശ്ചാത്യ സഖ്യത്തിലേക്കുള്ള വിള്ളലുകളും യുക്രൈന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കുന്നുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ സെലൻസ്കി ഈ ആശങ്കകൾ തുറന്നു പറഞ്ഞു. പാശ്ചാത്യ നേതാക്കൾക്കിടയിലെ ഐക്യമില്ലായ്മ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്ക് വളരാനുള്ള വളമാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വാഷിംഗ്ടണും ലണ്ടനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് യുക്രൈന്റെ പോരാട്ടത്തെ ദുർബലപ്പെടുത്തും. കെയർ സ്റ്റാമർ തന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സഹായമില്ലാതെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്.
സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമത്താവളത്തിൽ നടന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ യുദ്ധം യൂറോപ്പിന്റെ വാതിൽപ്പടിയിൽ എത്തി നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. യുക്രൈന് പുറമെ ദക്ഷിണ കൊറിയയും ഈ പ്രതിസന്ധിയിൽ കടുത്ത ആശങ്കയിലാണ്. സിയോളിൽ വിന്യസിച്ചിരുന്ന താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയത് ഉത്തര കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടുന്ന ദക്ഷിണ കൊറിയയെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെയും അവരുടെ ആയുധ ശേഖരത്തെയും വിശ്വസിച്ച് നിൽക്കുന്ന സഖ്യകക്ഷികൾക്കെല്ലാം ഈ നീക്കം വലിയൊരു പാഠമാണ് നൽകുന്നത്. ആഗോള ക്രമത്തിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ മാറുമ്പോൾ തങ്ങളുടെ സുരക്ഷാ കവചങ്ങൾ ഏത് നിമിഷവും അപ്രത്യക്ഷമായേക്കാം എന്ന തിരിച്ചറിവ് സഖ്യകക്ഷികൾക്കിടയിൽ പടരുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെയും സുരക്ഷാ സമവാക്യങ്ങളെയും അടിമുടി മാറ്റുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ ലോകമിപ്പോൾ ആയുധങ്ങളുടെ വലിയൊരു ക്ഷാമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൻ ശക്തികൾ പോലും തങ്ങളുടെ ആയുധപ്പുരകൾ കാലിയാകുന്നത് ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. യുക്രൈനിലെ ഓരോ ദിവസവും ഇപ്പോൾ കടുത്ത പരീക്ഷണങ്ങളുടേതാണ്. പാശ്ചാത്യ സഹായം കുറയുന്നതോടെ റഷ്യയുടെ ആക്രമണങ്ങളെ തടയാൻ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും. ആയുധങ്ങൾക്കായുള്ള ഈ വടംവലിയിൽ ആരാണ് ജയിക്കുക എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇറാൻ യുദ്ധം എത്രത്തോളം നീണ്ടുപോകുന്നുവോ അത്രത്തോളം യുക്രൈന്റെ അതിജീവനം കൂടുതൽ ദുഷ്കരമാകും. ആഗോള സമാധാനം എന്നത് ആയുധങ്ങളുടെ എണ്ണത്തിലും അവയുടെ വിന്യാസത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.